യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വാക്യം വായിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാമല്ലോ. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവരെ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവരോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. വിശേഷമായിട്ടും അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. ഹിയർ ഐ ആം, ഹിയർ ഐ ആം. When you will cry, he will say, here I am. I am coming to sort out your crisis, your problem. കർത്താവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപെടലിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വേ നമുക്ക് ഈ വചനഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കും. 2 കാര്യങ്ങൾ വളരെ പ്രാരംഭത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്പർ 1, we have to call him into our crisis. അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് കൂടെ ഇവിടെ പറയുന്നു. when you cry, not only call, when you cry, I will come to you and I will give an answer of your prayer. ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തന രീതി. ദൈവത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശരിയാണ്, ഭക്തന്മാരെല്ലാവരും all saints around the world, they are looking for a wonderful place, eternal life. നിത്യമായ രാജ്യത്തെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാടിലാണ് ഓരോ ദൈവമക്കളും ഭക്തരും മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, they all were in crisis wherever God put them. ദൈവം എവിടെയൊക്കെ അവരെ പ്ലേസ് ചെയ്തോ ആക്കിയോ അവർക്കെല്ലാവർക്കും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്തുണ്ടായിരുന്നു? സർട്ടൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നല്ലേ? എല്ലാവരും ആക്റ്റീവായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ഏറ്റവും മഹത്തായി കാണുന്നതും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നതുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ. 2 കാര്യങ്ങളാണ്. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവം മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് വേദപുസ്തകത്തിൽ വളരെയധികമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ അവയിലുടനീളം കാണുവാൻ കഴിയുന്നത് ദൈവം രാജ്യഭാരം ഭരമേൽപ്പിക്കപ്പെട്ട രാജാക്കന്മാർ ഓരോരുത്തരും ആരൊക്കെ അവരുടെയൊക്കെ ക്രൈസിസിൽ ദൈവഭക്തിയുള്ളവർ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ അവരുടെ പ്രശ്നത്തിലേക്ക് വിളിക്കുന്നതും ദൈവം ഇറങ്ങി വന്ന് ഒരു മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഒരിക്കലും പരിഹരിക്കാനോ സാധ്യമല്ലാത്ത കാര്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതേ സമയം തന്നെ
മറു സൈഡിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ദൈവവചനത്തിന് യാതൊരു വിലയും കൊടുക്കാത്ത, ദൈവത്തോട് റിബലിയസായി പ്രവർത്തിക്കുന്ന പ്രൈസ് ഗോഡ് ആളുകൾ, അവർ ദൈവത്തിൻ്റെ പ്രത്യേകമായ വിസിറ്റേഷൻ അനുഭവിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ദൈവസഭയെ ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദേശത്തിൻ്റെ ആദ്യം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ ഓൺഗോയിങ് ജേണിയിൽ, ഈ യാത്രയിൽ, മുൻപോട്ടുള്ള യാത്രയിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലുള്ളതായ ക്രൈസിസുകളിലേക്ക് അവനെ കൊണ്ടുവരുന്നതിനും അവനെ ഇൻവോൾവ് ചെയ്യിക്കുന്നതിനും ആ പ്രവർത്തികൾ അനുഭവിച്ച് ശ്രേഷ്ഠ സാക്ഷ്യങ്ങളുടെ ഉടമയായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വചനത്തിൻ്റെ സാരാംശം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വേദപുസ്തകം നമ്മെ നരേറ്റ് ചെയ്യുന്ന ഓൾ നരേഷൻസ് ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തെ വിളിക്കുന്നു. വിളിച്ചവരുടെ വിഷയങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. അവർ പോലും ചിന്തിക്കാത്ത വിധത്തിൽ, അവർ സ്വപ്നം കാണാത്ത വിധത്തിൽ അവരെ ഹല്ലേലൂയ കർത്താവ് കരം പിടിച്ച് നടത്തുകയാണ്. ജാതികളുടെ നടുവില്, അവരുടെ പരാജയം കാണുവാൻ കാത്തിരുന്നവരുടെ നടുവില് അവരെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റുന്ന ചരിത്രമാണ്. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനുള്ളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെയും ഏത് ബാഡ് ചരിത്രമായിരുന്നാലും, ഏത് ഹല്ലേലൂയ പ്രതിസന്ധി നിറഞ്ഞ, കലങ്ങി മറിഞ്ഞ് കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യമായാലും, കർത്താവ് അതിനകത്ത് ഇടപെട്ടാൽ അതിനെ കൃത്യതയോടുകൂടെ ആ കുരുക്കുകൾ ഒന്നൊന്നായി അഴിച്ച് ഹല്ലേലൂയ അതിനെ ദൈവികമായ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകുവാൻ അവന് കഴിയും. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ കുരുക്കുകൾ അഴിക്കാൻ ശ്രമിക്കുമ്പോൾ കുരുക്ക് കൂടുതൽ വേഴ്സ്റ്റ് ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലിറ്ററലായും അങ്ങനെയുള്ള സമയങ്ങളിൽ ചില ഈ റോപ്പുകളുമൊക്കെ നമ്മൾ അഴിക്കാൻ തുടങ്ങുമ്പോഴത്തേന് എന്ത് ചെയ്യുക, പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി അവസാനം എടുത്ത് കളയുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലൊരു ഗാർഡനിൽ, നിങ്ങൾ എന്നോടൊപ്പം ചില നിമിഷങ്ങളേ ഉള്ളൂ ഈ വചന ധ്യാനം, വളരെ ഷോർട്ട് ടൈം കൊണ്ട് നിർത്തും ഞാൻ. പക്ഷേ ദൈവാത്മാവ് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതൊരു സഭ എന്ന് പറയുന്നതിലുപരി ഇവിടെ വലിയ മേജർ ട്രാൻസാക്ഷൻസ് നടക്കുന്ന, പരിശുദ്ധാത്മാവ് ഇറങ്ങി ഇടപെട്ട് ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, സൗഖ്യമാക്കുന്ന, ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പ്രത്യേകമായ അനുഭവങ്ങളാണ്. അതിനുള്ള സെൻറ്റർ മാത്രമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ തന്നെ ഇരിക്കണം. ഞായറാഴ്ച ആയതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അധരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് എന്തോ സംസാരിക്കുന്നത് പോലെ, ദൈവത്തിൽ നിന്നെന്തോ പ്രാപിക്കാൻ ഒരുക്കമായിരിക്കുന്നത് പോലെ, ചില വിഷയങ്ങൾക്കകത്തേക്ക് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി വന്ന് ദൈവം ഇടപെടുന്നതിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചില പ്രവർത്തികൾ അവന് അത്ഭുതകരമായി നമുക്ക് വേണ്ടി ചെയ്യുന്നതിനെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ആലയത്തിൽ ദൈവജനം ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഓഫ് മിറക്കിൾ, എനിക്ക് ഈ വചനം ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ടൈറ്റിൽ എൻ്റെ മനസ്സിൽ തന്നു. വളരെ ശക്തമായി ദൈവാത്മാവ് വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് ജനത്തെ അനുഗ്രഹിച്ചയക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സന്ദേശത്തിൻ്റെ വചനം വേണം, സന്ദേശം വേണം, ദൈവം തരുന്നതെല്ലാം വേണം. അപ്പോൾ അതിനുവേണ്ടി ജാഗരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വാക്കിങ്ങനെ വളരെ ശക്തമായിട്ട് വന്നടിച്ചു. എന്ത്? ഇൻഗ്രീഡിയൻസ് ഓഫ് മിറക്കിൾ. ഹല്ലേലൂയ. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞപ്പം ഈ സ്പിരിച്വാലിറ്റിയിൽ എത്രമാത്രം ഇത് ആപ്റ്റാണെന്ന് നമുക്ക് തോന്നും, ശരിയല്ലേ? അപ്പം ഞാൻ ഗൂഗിളിൽ ചെന്നിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് നോക്കി. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. നിങ്ങൾക്കെല്ലാം എന്നേക്കാൾ അറിയുന്നവരാണ് നിങ്ങൾ എൻ്റെ മുൻപിലിരിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട്. ഹല്ലേലൂയ. Ingredients refers elements that are create a particular product. Ingredients are the ingredients various foods, spices and other substances that are used to prepare a dish.
Each ingredients contributes to the overall flavor. Each ingredients contribute to the overall flavor. അതുപോലെ അത് കോസ്മെറ്റിക്, ഫാർമസ്യൂട്ടിക്കൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിനെല്ലാം തന്നെ ഇതിന് സിമിലറായ ഒരുപാട് സബ്സ്റ്റാൻസസ് ഒരുമിച്ച് മിക്സായി ടുഗദറായി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവവചനം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വാസ്തവമായിട്ട് പ്രാപിച്ചെടുക്കാനുള്ളതായ കൃത്യമായ വഴികൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ചെയ്ത ഓരോ മിറക്കിളും അവിടെയൊന്നും കാഷ്വലാണെന്ന് നമുക്ക് തോന്നുമ്പോഴും ഒന്നും കാഷ്വൽ അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഈവൻറ്റുകളായിരുന്നു അത്. വലിയ വില കൊടുക്കലിൻ്റെയും വലിയ ത്യാഗത്തിൻ്റെയും ദൈവത്തോടുള്ള വലിയ അടുപ്പത്തിൻ്റെയും ഒക്കെ തലങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പല കുരുക്കുകളും അഴിക്കാൻ കഴിവുള്ളവൻ്റെ അടുക്കലാണ് നമ്മളുള്ളത്. എന്ത് സങ്കീർണത നിറഞ്ഞ സാഹചര്യമായാലും അതിനകത്തിറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ ഒരേ ആളേ ഉള്ളൂ. അത് നാം സേവിക്കുന്ന കർത്താവാണ്. നാം കടന്നു വന്ന് ആരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നോ അവനിതെല്ലാം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾ മാറ്റിവെക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഓരോ ഇവൻ്റ് നോക്കുമ്പോൾ കർത്താവ് അങ്ങ് വെറുതെ ചെയ്തു. അങ്ങനല്ല, വളരെ ഡീപ്പറായിട്ടുള്ള പഠന വിധേയമാക്കേണ്ടതായ, പഠിച്ച കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ കർത്താവിനെ ഫോളോ ചെയ്യേണ്ടതായ, കർത്താവിൽ നിന്ന് അധികമായി പ്രാപിക്കേണ്ടതായ വചനങ്ങൾ വളരെ ആഴത്തിൽ അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പ്രാരംഭത്തിൽ പിന്നെയും ഓർപ്പിക്കട്ടെ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്, ഓരോ മിറക്കിളിനെ കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ വന്നെങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവാത്മാവ് 2 വചനഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ഒന്ന് പരാമർശിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ സൺഡേയിലും ദൈവദാസൻ ആ വിഷയങ്ങളിലൊക്കെ ഒന്ന് വന്നിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ വിഷയം ഇത് തന്നെ എടുക്കണമെന്നുള്ള ചിന്തയുണ്ട്. 100,000 ടോപ്പിക്കുകൾ കിടക്കുമ്പം പക്ഷേ ദൈവാത്മാവ് പറയുക, ഇത് തന്നെ നീ പറ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്. സഭയ്ക്ക് വേണ്ടാത്ത 100,000 കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയുന്നതിനേക്കാൾ, അറിയാമല്ലോ, കാര്യങ്ങൾ വിശന്നിരിക്കുന്ന ഒരാൾക്ക് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിശന്നിരിക്കുന്നവൻ എന്തുവാ വേണ്ടത്? അവന് വിശപ്പിനുള്ള ആഹാരമാണ് വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സഭയെ വിവേചിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും മനസ്സിൻ്റെ നീറ്റലുകളെയും മനസ്സിലാക്കി അവയ്ക്ക് അതിലേക്ക് ഇറങ്ങി വന്ന് അവയ്ക്കൊരു പരിഹാരം നൽകാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധിതനായിട്ടാണ് ഞാൻ ഈ വചനഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇത് ചെയ്യുന്നത്, കർത്താവാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വിശ്വസിക്കാം, എൻ്റെ കാര്യത്തിലേക്ക് കർത്താവിന് ഇറങ്ങി വരാൻ കഴിയും. എനിക്ക് വേണ്ടി കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് 2-ാമത്തെ പാട്ട് പാടിയപ്പോൾ കേട്ടു, എരുതിയിൽ വീണാലും, ഹല്ലേലൂയ, ഏത് സങ്കീർണതകളിലൂടെ പോയാലും എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആ ഒരു നിലയിൽ ദൈവജനം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈച്ച് ഇൻഡിവിജ്വൽ സൈഡിൽ മറ്റാരെയും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ അവസരത്തെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഇവിടെ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രാരംഭമായ അത്ഭുതമാണ് നടക്കുന്നത്. സംഗതി വളരെ ശരിയാണ്. എങ്കിലും ആ അത്ഭുതം അവിടെ ഉണ്ടാകുവാനായിട്ട് അതിനുവേണ്ടി ഒരുങ്ങുന്ന ആദ്യത്തെ ഗ്രൗണ്ട് എന്തുവാണ്? ആ 1ഉം 2ഉം വാക്യം ഒന്ന് വായിച്ചേ. നോക്കണം, ആദ്യം അവിടെ നിൽക്കട്ടെ. 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വെയർ ഇൻവൈറ്റഡ് ടു ദ വെഡ്ഡിങ്. അപ്പോൾ ഓർക്കണം, വളരെ
ഇതറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. വലിയ ക്രമീകരണങ്ങളാണ് ആ വീട്ടുകാർ ചെയ്തത്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആ വെഡ്ഡിങ് സെറമണി ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ വെഡ്ഡിങ്ങിൽ എന്തുണ്ട്? ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെയും യേശു അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചരിത്രം പറയുന്നത് യേശുവിൻ്റെ ബാല്യകാലം മുതൽ ഒരു പ്രത്യേക അത്ഭുത സിദ്ധിയുള്ള ഒരു വിശേഷതയുള്ള ബാലനായിട്ടാണ് യേശു വളർന്നു വരുന്നത്. ചുറ്റുപാടുമുള്ള സാധാരണ ബാലന്മാരെ പോലെയല്ല, ഒരുപാട് വ്യത്യാസമുള്ള എന്തോ പ്രത്യേകതകളുള്ളവനായി ആണ് അവൻ വളർന്നത്. അപ്പോൾ അങ്ങനെ മാത്രമുള്ളതായ ഈ കുടുംബം യേശുവിനെ ഇത്രയും വലിയ ഒരു ഫംഗ്ഷനിൽ യേശുവിൻ്റെ കൂടെ ആ വളർച്ചയുടെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നതായ ആ ഒരു കൂട്ടം, ഹല്ലേലൂയ, സ്തോത്രം, അവരെ എല്ലാവരെയും ഒരുമിച്ച് ഈ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ക്ഷണിക്കണമെങ്കിൽ അവർക്ക് യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് യേശുവിൻ്റെ വിളിക്കാം. ഇപ്പോഴും നമ്മൾ കാണണം, പ്രത്യേകിച്ച് പണ്ടുള്ളതിനേക്കാൾ ഇപ്പം വരുമ്പോൾ നമ്മൾ കല്യാണങ്ങളൊക്കെ വിളിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസവും ഇന്നലെ എൻ്റെ ഒരു കസിൻ, കുവൈറ്റിലൊരു ബിസിനസ്മാനായ ആളുടെ മകളുടെ കല്യാണം നടന്നു. എൻ്റെ സെക്കൻഡ് കസിനാണ്. മർത്തോമയുടെ മെത്രാപ്പൊലീത്തയാണ് ട്രിവാൻഡ്രത്ത് വെച്ച് ആ കല്യാണം നടത്തി. അപ്പോൾ ക്ലോസ് ഞങ്ങളുടെ വീട്ടുകാരൊഴിച്ച് ബാക്കി അല്ലാതുള്ള സർക്കിളിലെല്ലാം കല്യാണത്തിന് ക്ഷണിച്ച, ഇത് കോയിൻസിഡൻ്റായിട്ട് വന്നതേ ഉള്ളൂ, ഒരാൾ വരണം. വളരെ എന്നാൽ അത് പലർക്കും സങ്കടം തോന്നുന്ന, അടുത്തവരെന്ന് തോന്നുന്നവരിൽ തന്നെ ഒരാൾ വന്നാൽ മതി. കാരണം ആ രീതിയിൽ പൊളിറ്റീഷ്യന്മാരും നേതാക്കന്മാരും ഒക്കെ ഒരുപാട് സംബന്ധിക്കുന്നതുകൊണ്ട് ആ രീതിയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു അവിടെയും. ചരിത്രത്തിൽ അങ്ങനെയാണ്. ഇവർ വളരെ റെപ്യൂട്ടഡ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ സ്ഥലത്തെ ഗവർണർ, ആ പ്രോവിൻസിൻ്റെ ഗവർണർ വരെയും പങ്കെടുക്കുന്ന വിവാഹമായിരുന്നു അത്. അതിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് അപ്പോൾ ആ രീതിയിലുള്ള അറേഞ്ച്മെൻ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് ഈ യേശുവിനെയും ശിഷ്യന്മാരെ കൂടെ യേശുവിനെ വിളിക്കാൻ കാരണം യേശു അവരുടെ നെയ്ബർഹുഡിലുള്ള ആളാണ്. അതുമാത്രമല്ല, മറ്റുള്ള ഒറ്റ കുഞ്ഞുങ്ങളും അതിനകത്തുള്ളതല്ല. ഈ കൂടെ നടക്കുന്ന ആരും ഈ ചുറ്റുപാടിലുള്ളവരല്ല, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ളവരാ. അപ്പോൾ വിളിക്കണമെന്ന് വലിയ നിർബന്ധം ഒന്നുമില്ല. വിളിച്ചില്ലേ ആരെങ്കിലും അടിക്കുമോ? അടിക്കത്തില്ല. ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഇന്ന് നടന്നില്ലേ, ആരെങ്കിലും വന്ന് പാസ്റ്റർ അടിക്കാൻ വരുമോ? ചോറിലുമായിട്ടവിടെ അടിക്കാൻ വരത്തില്ല. പള്ളിയിൽ സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോറിലുമായിട്ട് അവിടെ വരുമോ? അല്ലെ ചർച്ചിൽ വരുമ്പോൾ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുമോ? ആരും ചോദിക്കത്തില്ല. പക്ഷേ ഈ ആളുകളുടെ പ്രത്യേകത അത് നാം മനസ്സിലാക്കിയിരിക്കണം. അവർ യേശുവിനെയും ശിഷ്യന്മാരും ആ വീട്ടിൽ വരാൻ വളരെ ബഹുമാനത്തോടെ ക്ഷണിച്ച് അതവരെ എൻഷുർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ ദൈവത്തിലുള്ള പ്രവർത്തികളെ കാണാൻ ദൈവം സ്ഥായിയായി നമ്മുടെ ഹൃദയത്തിനകത്ത് അവനുണ്ടായിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ പറയും, പാസ്റ്റർ ഇതൊക്കെ 100,000 വട്ടം ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞങ്ങൾ കാണാപ്പാടമാണ്. പക്ഷേ അത് യേശു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി അവൻ്റെ പ്രസൻസും ഇടപെടലും ഉണ്ടെന്ന് എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി, ദൈവ പൈതലേ, ആ ഒരു കൾച്ചർ, ആ ഒരു ലൈഫ് സ്റ്റൈൽ ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫാമിലി ഒരു ക്രൈസിസ് വന്നിട്ട് യേശുവിനെ ക്ഷണിക്കാൻ പോയ ഫാമിലി അല്ല. സ്തോത്രം. അത്ഭുതം നടക്കാനുള്ളൊരു ഗ്രൗണ്ട് ആ വീട്ടുകാരുണ്ടാക്കി. ഹല്ലേലൂയ. ഇവൻ പ്രത്യേകതകളുള്ളവനെന്ന് അവർ തിരിച്ചറിഞ്ഞു.
അവൻ്റെ കൂടെ മറ്റാർക്കുമില്ലാത്തതുപോലെ അനുയായികൾ കൂടി വരുന്നു. അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൂടെയുള്ളവരെയൊക്കെ നഷ്ടം വന്നാലും, അല്പം പ്രയാസം വന്നാലും, എണ്ണത്തിൽ അല്പം ആളുകൾ കൂടിയെന്ന് വന്നാലും അതൊന്നും അവർക്കെന്തായില്ല, അധിക ഭാരമായില്ല. പക്ഷേ ഇന്ന് സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് ദൈവിക കാര്യങ്ങളെല്ലാം സൈഡ് ലൈനാകപ്പെടുന്നതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആവശ്യങ്ങൾ ഓഫ് കോഴ്സ് അത് മുൻപിൽ തന്നെ നിൽക്കണം. എന്നാൽ അതുപോലൊരു തുല്യ പ്രാധാന്യമെങ്കിലും നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ച് നിർത്തുന്നതിന്, മെച്ചപ്പെടുത്തി നിർത്തുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. ഹല്ലേലൂയ. കാരണം നമ്മൾ സാധാരണക്കാരല്ല. ആത്മീയത വളരെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നിടം വളരെ ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ശമൂവേൽ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള വചനത്തിൻ്റെ ദൗർലഭ്യമുള്ളൊരു കാലഘട്ടം പോലെ ഒരു സ്പിരിച്വൽ ഡ്രൈനസ് നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവ പൈതലിൽ നിന്നും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹാനായെ പോലെയും ഈ വിവാഹ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചവരെ പോലെയുമുള്ള വ്യക്തിത്വങ്ങളെയാണ് സ്വർഗം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ജീവിതത്തിൻ്റെ ക്രൈസിസിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ളതായ ഒരെരിവും തീഷ്ണതയും ദൈവജനം കൂടുതലായി ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ എന്ത് വേണം? പ്രാപിച്ചെടുക്കണം. രക്തത്താൽ ജയം. ഈ കുടുംബം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടൊരു ദോഷം അവർക്ക് വന്നില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടും ദൈവത്തിന് വേണ്ടി ഇച്ചിരി അധികമായി കൊടുത്തതുകൊണ്ടും അവൻ്റെ നാമത്തിന് വേണ്ടി അല്പം സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തതുകൊണ്ടും നിനക്കൊരു ദോഷവും വരുത്തില്ല. അത് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അളന്ന് തൂക്കി മടിയിൽ മടക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ പകൽ ദൈവജനം നന്നായി അറിഞ്ഞിരിക്കട്ടെ. അത് ആത്മിക വിഷയമാകട്ടെ, ഭൗതിക വിഷയമാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് തരത്തിലുള്ള വിഷയമാകട്ടെ, നാം ദൈവത്തിനോടും ദൈവവചനത്തോടും കാണിക്കുന്ന താല്പര്യവും എരിവും നമുക്കൊരിക്കലും നഷ്ടമാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കപ്പിൾസ് യേശു അവിടെ ഉണ്ടാകണമെന്ന് അവർ എൻഷുർ ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. രക്തത്താൽ ജയം. ആ ഒരു ഉറപ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നൊരു ശീലം. ആദ്യം ഒരു പദം പറഞ്ഞു, നമ്മുടെ ലൈഫ് സ്റ്റൈലായി, നമ്മുടെ കൾച്ചറായി അത് മാറണം. നമുക്ക് ആ കൾച്ചർ ഉള്ളവരാണ്. പക്ഷേ ആ കൾച്ചർ എങ്ങനെയോ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നാം അറിയാതെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. അത് പൈശാചിക മണ്ഡലങ്ങളുടെ ശക്തമായ ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ശക്തമായി തിരിച്ചറിയുവാൻ അറിയുന്നവരാകണം. അപ്പോൾ ഈ വീട്ടിൽ യേശു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ആ കൽപാത്രത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ യേശു കർത്താവ് അവിടെ വന്നപ്പോൾ ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? അവരൊരു ക്രൈസിസിൻ്റെ മുൻപിലല്ല, വലിയ ഒരു സെലിബ്രേഷൻ്റെ നടുവിലാണ് യേശുവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഗുണം എന്തായി? ഈ പ്രശ്നം ഉണ്ടായപ്പോൾ, ഈ ശൂന്യത ആ വീട്ടിനകത്തുനിന്ന് ഉയർന്നു വന്നപ്പോൾ സാധാരണപ്പെട്ടവരെല്ലാം, അവിടുത്തെ കഷ്ടം, ഇന്നത്തെ ഇവിടുത്തെ പോരായ്മ എല്ലാം നല്ലതാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. ഒരു പോരായ്മ വന്നാൽ അത് വലിയ പോരായ്മ. അത് ഓൾ സമൂഹത്തിൻ്റെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ കുറ്റം പറയുന്നവർ, കളിയാക്കുന്നവർ, ക്ഷണിക്കപ്പെട്ടവരാണെങ്കിലും അകത്തൊരു പരാജയം വന്നത് കണ്ട് ഉള്ളിൽ സന്തോഷിക്കുന്ന ആളുകൾ, ഇങ്ങനെ നാനാജാതി ഹ്യൂമൻ ബീയിങ്സ് ആർ വെരി ഡിഫറെൻറ്റ് ടൈപ്സ്. അങ്ങനെ ഉള്ളവരുടെ നടുവിൽ യേശുവിൻ്റെ പ്രത്യേകത ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. എന്താണ്? യേശു അവരെ വിളിച്ച്, നിങ്ങൾ എന്തൊരു പരിപാടിയാണ് കാണിച്ചേ? നിങ്ങൾ ഇത്രയും വലിയ പ്ലാനിങ് ചെയ്തെങ്കിലും ഞാൻ നിങ്ങളുടെ പ്ലാനിങ് എല്ലാം പൂവർ പ്ലാനിങ് ആയിട്ട് കാണുകയാണ്. ഈ വെഡ്ഡിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ എൻ്റയർ പ്ലാനിങ് ഫെയിലായിരിക്കുകയാണ്.
യു ആർ ആൻ അട്ടർ ഫെയിലുവർ എന്ന് കർത്താവ് അവിടെ പറഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം തന്നെയാണ്. ഓർക്കണം, കർത്താവിൻ്റെ പ്രത്യേകത ഇതാണ്. കർത്താവ് അഴിച്ചും കിഴിച്ചും നമ്മുടെ പോരായ്മകളെ എടുത്ത് കാണിച്ച് നമ്മളെ തകർത്ത് ഉന്മൂലനം ചെയ്യുന്ന കർത്താവല്ല. മറിച്ച് ഹല്ലേലൂയ, അവൻ വന്നിട്ടുണ്ടോ, അവനുണ്ടോ, നീ അവനെ ക്ഷണിച്ച് കൃത്യമായി നിന്റെ ജീവിതത്തിനകത്ത് നിർത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ശൂന്യത ഉയർന്നു വന്നാലും ഏത് വിധത്തിൽ ശത്രു തകർക്കാൻ ശ്രമിച്ചാലും, ഇഫ് യു റിയലി ഇൻവൈറ്റഡ് ജീസസ് ഇൻ ടു യുവർ ഹാർട്ട്, ഇൻ ടു യുവർ ഫാമിലി, ഇൻ ടു യുവർ പ്രോബ്ലം, ഓ റീബൽ ഖവൽ ശമനഗസ്യ, അവൻ നിന്നെ ബ്ലെയിം ചെയ്യുകയില്ല. പിശാചിന്റെ പരിപാടി ബ്ലെയിം ഗെയിമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പരിപാടി തളർത്തുന്ന വാക്കുകളാണ്. പിശാചിന്റെ പരിപാടി ഹല്ലേലൂയ, നീ ഒരു എങ്ങനെയെങ്കിലും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ നോക്കുമ്പോൾ 4 സ്റ്റെപ്പ് നിന്റെ പുറകിൽ, നിന്നെ കോളനിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന പ്രവൃത്തിയാണ്. എന്നാൽ യേശു കർത്താവ്, അവന്റെ ഗുണം ഹല്ലേലൂയ, ഹി ഈസ് എ മെർസിഫുൾ ഗോഡ്. ഹല്ലേലൂയ, ഹി ഈസ് എ ലവിംഗ് ഗോഡ്, ഹി ഈസ് എ കെയറിംഗ് ഗോഡ്. ഇന്ന് പകൽക്കാലം നാം ആരാധനയിൽ കർത്താവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ദൈവം ഹല്ലേലൂയ കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ നമ്മെ കെയർ ചെയ്യുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവിടെ വേറൊന്നും നടന്നില്ല. യേശു ആ വിഷയത്തിൽ ഇടപെടുകയാണ് അവൻ്റെ സമയത്ത്. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് ഇൻസിഡൻറ്റ് കാണും കർത്താവ് ഇടപെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ആ വാക്യം ഏതാ സിസ്റ്ററെ? കേട്ടല്ലോ. എൻ്റെ അനുഭവം അതാണ്. നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്കും കിട്ടും, പറയാൻ കഴിയും. യഹോവയുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. പക്ഷത്ത് നിൽക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവനെ ഏറ്റവും വലിയ ഹല്ലേലൂയ സ്തോത്രം ഇൻവൈറ്റഡ് ഗസ്റ്റായി അവനെ നിർത്തണം കൂട്ടത്തിൽ. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളിലും കർത്താവ് ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രസൻസ് ഉറപ്പുവരുത്തണം അതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രസൻസ് ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് അതിൽ പ്രത്യേകം കാണുന്ന, ഇതിനെ സംബന്ധിച്ച് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസിൻ്റെ തിയോളജിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഒന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കേണ്ട. ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ അവനെ അറിയുന്നു, ഐ നോ ഹിം. എന്തിനാണ് അവനെ അറിയുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അസൈൻമെൻറ്റുകൾ, നമ്മളുടെ ദൈവം എൻട്രസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏറ്റവും നന്നായി ചെയ്ത് പരാജയമടഞ്ഞു പോകാതെ ചെയ്തെടുക്കാനുള്ള ദൈവകൃപ പ്രാപിച്ച് മുമ്പോട്ട് പോകാനാണ്. ആ യാത്രയിലാണ് നിത്യതയും കൂട്ടത്തിൽ എൻഷർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമെന്ന് ഉള്ളിൽ കിടക്കുന്ന ഒരു അർത്ഥമെന്ന് പറയുന്നത്, നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ശുഭമായും സുഖമായും ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതൊരു പ്രോസ്പിരിറ്റി ടീച്ചിങ് അല്ല. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു ക്രൈസിസ് ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ വളരെ നിർഭയനായി ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ ക്രൈസിസിൻ്റെ നടുവിൽ നിന്നൊരു കേടും കൂടാതെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാണെന്ന് പാടിയപ്പോഴും പാടിയത്. എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് ഹല്ലേലൂയ സ്തോത്രം അഭിഷക്തർ അവർ നൃത്തം ചെയ്യുകയാണ്. എങ്ങനെയാണ് അവർക്ക് നൃത്തം ചെയ്യാനിടയായത്? ഹല്ലേലൂയ സ്തോത്രം. അവർ ദൈവമക്കളായിരുന്നു. ദൈവം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ എല്ലാത്തിലും പ്രമുഖമായി അവരുടെ ഉള്ളിൽ നിന്നു. അവർ പറഞ്ഞു, ഈ തീച്ചൂളയിൽ ഞങ്ങൾ എരിഞ്ഞു പോയാലും വേണ്ടില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങൾ അവനെ വിട്ട് ഒരിക്കലും മാറി നിൽക്കില്ല. രക്തത്താൽ ജയം. ഈ ഒരു അനുഭവം, കർത്താവുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കാം, ഇന്ന് പ്രശ്നത്തിലൂടെ ആയിരിക്കാം,
പക്ഷേ ഡെഫിനറ്റ്ലി എന്തു ചെയ്യും? പ്രശ്നത്തിൽ നിന്നും കർത്താവ് നമ്മളെ എന്തു ചെയ്യും? പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവൾ കർത്താവിനെ അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ദൈവസഭയിൽ എല്ലാറ്റിലും ദൈവവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ചെയ്യാൻ മടിക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നിരിക്കും. നമ്മുടെ ഡിസയർ എന്താണെങ്കിലും അത് നടന്നിരിക്കും. 37-ാം സങ്കീർത്തനത്തിൽ പ്രത്യേകമായിട്ട് ആ വാക്യങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വഴികളെ എന്ത് ചെയ്യണം? കർത്താവിൽ പൂർണ്ണമായിട്ട് ഭരമേൽപ്പിച്ച് കൊണ്ടിരിക്കണം. കർത്താവ് അത് ചെയ്യും. കർത്താവ് ഹീ വിൽ കം ആൻഡ് ഹീ വിൽ മീറ്റ് യുവർ നീഡ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങളെ ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ഒന്ന് ഇൻവൈറ്റ് ജീസസ്. കർത്താവ് നമ്മളിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടായി വരാൻ ഇന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും അതൊരു നിവൃത്തി പദത്തിലേക്ക് തെളിഞ്ഞു വരാൻ ഒന്നാമത് വേണ്ടത് കർത്താവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക. അവിടെ ഏതെങ്കിലും ഭാഗത്ത് ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് ആരോടും പബ്ലിക്കായുള്ള കൺഫെഷൻ അല്ല ആവശ്യപ്പെടുന്നത്. പക്ഷെ ഹൃദയത്തിനകത്ത് നിന്ന് പ്രാർത്ഥന ഉയരണം. ദൈവത്തിൽ നിന്നുള്ള യഥാസ്ഥാപനം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറേഷൻ അതിനകത്തുണ്ടാകണം. ഹല്ലേലൂയ. അതിനകത്ത് ദൈവമായിട്ടൊരു ഡീൽ ഉണ്ടാക്കണം. അതിൽ ഈ വിഷയം ഇങ്ങനെ ആയിരുന്നു, ഈ വിഷയത്തിൽ ഞാൻ ടോട്ടലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു, ലോർഡ് ഫർഗീവ് മീ. മടി കൂടാതെ ദൈവത്തോടെ പറയണം. യഥാസ്ഥാപനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവ് അവരുടെ പ്രശ്നം പരിഹരിച്ചു. കർത്താവിനെ വിളിച്ചതുകൊണ്ടും കൂടെ നിർത്തിയതുകൊണ്ടും അവൻ്റെ കൂടെയുള്ള കുറേ ശിഷ്യന്മാരെ ഹോസ്റ്റ് ചെയ്തതുകൊണ്ടും അവർക്ക് ദോഷമല്ല വന്നത്. ആ കുടുംബം ഇന്നും ലോകമുള്ളിടത്തോളം കാലം ആ ഭവനത്തെക്കുറിച്ച് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമുള്ളിടത്തോളം കാലം ആ കുടുംബം എപ്പോഴും ആ കുടുംബത്തെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയാണ് ആളുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് യേശു കൂടെ ഉണ്ടെങ്കിൽ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം, ഞാൻ സത്യം പറയാം, ദൈവവേലയിലേക്ക് ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ ജോലി റിസൈൻ ചെയ്യുന്ന അതിന് മുമ്പുള്ള നല്ലൊരു സമയം 10 years സർവീസിലിരുന്നു കൊണ്ട് സാലറി വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പ്രസംഗിക്കാമെന്ന് പറയുന്നത് പ്രസംഗിക്കാം നമുക്ക്. പക്ഷേ ഇതെല്ലാം ഇട്ട് പിറ്റേ മാസം മുതൽ ശമ്പളമില്ലാതെ, സംഘടനാ ബന്ധങ്ങളില്ലാതെ, മലയാളികളുമായിട്ട് വലിയ ബന്ധമില്ലാതെ, ട്രൈബൽസിൻ്റെ ഇടയിൽ അന്യ ഒരു സ്റ്റേറ്റിൽ എപ്പോഴും പ്രോത്സാഹിക്കപ്പെടുന്ന പോസിറ്റീവ് ഒന്നുമില്ലാത്ത, എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവിടെ വരുമ്പോൾ 2 വർഷത്തേക്കുള്ളൂ ഹാർഡ് ഏരിയ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെല്ലാം ആ റീജിയനിൽ 2 years ഉള്ളൂ. അവർക്ക് എക്സ്ട്രാ ശമ്പളമാണ്. ഹാർഡ് ഏരിയ അലവൻസ് അവർക്കുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ, പക്ഷെ ഞാൻ പറയാം, കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയാൽ, കർത്താവിനെ വിശ്വസിച്ചൊരു വ്യക്തി ഇറങ്ങിയാൽ ഫുൾ ഗ്യാരണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹ്യൂമറാണെന്ന് വിചാരിക്കുന്ന നരേന്ദ്രമോദി പറയുന്ന പോലുള്ള ഗ്യാരണ്ടി ഒന്നും അല്ലത്. അത് ഫുൾ 100% ഗ്യാരണ്ടിയാണ്. 100% ആണ്. ഇന്ന് പകൽക്കാലവും പല വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിലും യേശുവിന് പ്രമുഖ സ്ഥാനം കൊടുക്കാമെന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഹല്ലേലൂയ. ആ തീരുമാനത്തിൻ്റെ മേലെ ദൈവം ഇറങ്ങി വരും. He is always working upon our major decisions. നമ്മൾ എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങളിലേക്ക് അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ പ്രവർത്തിക്കും. അവൻ ലജ്ജിപ്പിക്കത്തില്ല. 4 പേര് നിൽക്കുന്നതിൻ്റെ നടുവിൽ ഒന്നാമതായിട്ട് അവൻ നമ്മെ നിർത്തും. ആരും നമ്മെ പരിഗണിച്ചില്ലെങ്കിലും ഒരു സ്പെഷ്യൽ പരിഗണന നമുക്ക് വേണ്ടി അവൻ ഉണ്ടാക്കും. ഹല്ലേലൂയ. ആരും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും നമുക്ക് വേണ്ടി റെക്കമെൻഡറായിട്ട് അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. വഴികൾ നിനക്ക് വേണ്ടി തുറക്കും. സാരഭാത്തിലെ വിധവയുടെ ഭരണിയിൽ ഹല്ലേലൂയ കുറയാതെ എണ്ണ ഏറിയ നാൾ അഹോവൃത്തി കഴിക്കുവാൻ എണ്ണ അതിൽ പ്രൊഡക്റ്റായി അതിൽ സൃഷ്ടിക്കപ്പെട്ട് വന്നതുപോലെ ദൈവ പൈതലെ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും.
ഇന്ന് പകൽക്കാലം ദൈവജനം ഉണരട്ടെ. അവന് പ്രവർത്തിക്കാൻ കഴിയും, അവൻ പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മെ ഇങ്ങനെ ഇത്രമാത്രം ഇൻസിസ്റ്റ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്നറിയാമോ? നിന്നെ നിന്ദിക്കപ്പെട്ടവളായും ഹല്ലേലൂയ തള്ളപ്പെട്ടവനായും നിന്നെ ലോകത്തിൽ കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർ നിന്റെ മുൻപിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ശത്രു, ശരിക്കുമുള്ള ബിബ്ലിക്കൽ ടൈം, ശത്രു ജയഘോഷം കൊള്ളാൻ നിന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് കാനാവിൽ ഒരു മിറക്കിൾ നടന്നത്. അവർ വില കൊടുത്തു, അതിയപ്പറ്റാണെന്ന് ചിന്തിച്ചില്ല. ഹല്ലേലൂയ. ദൈവികമായ കാര്യങ്ങളിലൊന്നും നമ്മുടെ സ്മാർട്ട്നെസ് എടുക്കരുത്. ദൈവികമായ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ താല്പര്യവും വചനത്തിനും പ്രാമുഖ്യം കൊടുക്കണം. സ്ക്രിപ്റ്റ് എന്ത് പഠിപ്പിക്കുന്നോ സ്ക്രിപ്റ്റിലേക്ക് നോക്കുക. സ്ക്രിപ്ചറലായിട്ടുള്ള ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. രക്തത്താൽ ജയം. ആ കുടുംബം ദേശത്തിൻ്റെ നടുവിൽ ഒരത്ഭുത വിഷയമായി. ഹല്ലേലൂയ. ആ കുടുംബം, ദൈവം ആ കുടുംബത്തെ മാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ 6 വരുമ്പോൾ നമുക്ക് കാണാം കർത്താവ് തൻ്റെ അത്ഭുതത്തിൽ ആ ബാലന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ സംഭവങ്ങളെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹി ഗീവ് whatever he had, everything to God. സ്തോത്രം. അവിടെയൊക്കെ പിന്നെ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. സിറ്റുവേഷൻ നമ്മൾ ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുകയാണ്. അവന് അതിനകത്തുനിന്ന് ഒരല്പമെങ്കിലും എടുത്ത് മാറ്റി വെക്കാനായിട്ടൊന്നും തോന്നിയില്ല. അവൻ ചെയ്തതുമില്ല. ശിഷ്യന്മാരിത് കൊണ്ടുപോയ അന്ത്രയോസ് ഒഴിച്ച് ബാക്കി ആരും അത് ചിന്തിച്ചില്ല. പിന്നെ അവന്മാർക്കുള്ളിൽ ചിരിയും വന്ന് കാണും. പക്ഷെങ്കിൽ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെന്ന് കൊടുക്കുക. ദൈവം അത്ഭുതം ചെയ്യും. അതൊരു സാധാരണ നമ്മുടെ മാത്രമായി പരിമിതപ്പെടുന്ന ഒരു അനുഗ്രഹമല്ല, ഒരു ബ്ലെസ്സിങ് ആയിരിക്കത്തില്ല. നാം മുഖേന അനേകർ ബ്ലെസ് ആവുന്ന ഒരു അനുഭവമാണ്. പൂർണ്ണമായും നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അത് ശ്രേഷ്ഠമായ അനുഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചിന്തിക്കാൻ കഴിയുമോ? 5 അപ്പം 2 മീൻ ഇതവൻ വാഴ്ത്തിക്കൊഴിഞ്ഞപ്പോൾ. ഇന്ന് അങ്ങനെ ദൈവം, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ഈ വചനത്തിൽ ബേസ് ചെയ്ത് ദൈവാത്മാവ് നിർദ്ദേശിച്ച ആലോചനയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളതിന് ഫോർമാലിറ്റി എടുക്കാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഉടമന റബൽഖമനസിയല. കർത്താവെ, ഞങ്ങളൊരു കുടുംബം പോലെ ഒറ്റ മനസ്സോടുകൂടെ അങ്ങ് ഞങ്ങളെ ഈ ആലയത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അൽബർത്തുൽ കനാസിയാന്തരാദിയ ഓറേതിൽ പ്രൗഢവൽക്കാര വൈഡമനഹസ്യാന്തരേദിയ അൽബർഷുസി ഗ്ലോറി ഖറോല വക്ഷമനഹസ്യ തുരാല വക്ഷമനഹസ്യാല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. കർത്താവേ, നീ വാക്ക് തന്നല്ല കർത്താവേ. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കത്തില്ലെന്ന് നിന്റെ വാക്കുണ്ടല്ല കർത്താവേ. നിന്നെ വാസ്തവമായും വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം അരുളും. യെസ്, ഐ ആം ഹിയർ എന്നുള്ള ആലോചന നൽകുമെന്ന് പ്രവചനത്തിലൂടെ അവിടുന്ന് കേൾപ്പിച്ച തിരുവചന ഭാഗത്തിലൂടെ എല്ലാം ഞങ്ങളെ കൊണ്ടുപോയല്ലോ കർത്താവേ. ഹല്ലേലൂയ. ലജ്ജിപ്പിക്കാതെ ശത്രു ഉയർത്തിക്കൊണ്ടുവരുന്ന ശൂന്യതകളെയും തടസ്സങ്ങളെയും എല്ലാം അതിജീവിക്കുവാൻ, അതിന്മേൽ ജയം നേടുവാൻ ഹല്ലേലൂയ പ്രവർത്തിക്കാമെന്നുള്ള ആ ദൈവിക വാഗ്ദത്വം ഇന്ന് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ഈ ആലയത്തിൽ ഒരാളെ പോലും ഒഴിവാക്കാതെ, ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കാതെ തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, അതിന്മേൽ ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. ഒരു നല്ല പ്ലേസ്മെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് കർത്താവേ. ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ട് വൻ കാര്യങ്ങൾ
ജോലിയിൽ ഉയർച്ചകൾ വേണമെന്ന് ആഗ്രഹിച്ച് ഹല്ലേലൂയ നീർന്നവരുണ്ട്. ഒരെത്തും പിടിയും കിട്ടാതെ, ഒരു ക്ലൂ ലഭിക്കാതെ, അതിനു വേണ്ടിയുള്ള ഒരു സോഴ്സ് കാണാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഈ പകൽ ചില കണക്ഷനുകൾ രൂപപ്പെടട്ടെ. ഹല്ലേലൂയ. റഖാൽ മറോഷമനഹസ്യ ആർത്തിയാലവക്ഷബലവശംദൽഖമനഹസ്യാന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ തരാ ദുരാധുലാസിയാല. ഹല്ലേലൂയ. സങ്കടപ്പെടുന്നവർ, ആരോഗ്യ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ, നിന്റെ കരം ചലിക്കട്ടെ കർത്താവേ. കർത്താവേ, എല്ലാറ്റിലും ഉപരിയായി കർത്താവുമായിട്ടുള്ള ബന്ധം ഏറ്റവും മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരത്ഭുത വിഷയമാക്കി തൻ്റെ ജനത്തെ തീർത്താട്ടെ. യെസ്, ഒരത്ഭുത വിഷയമാക്കി. ശത്രു ജയഘോഷം കൊള്ളാൻ അനുവദിക്കാതെ കർത്താവ് വലിയ കാര്യം, വലിയ കാര്യം, വലിയ കാര്യം. ഓ റീഖാലഭക്ഷമനഹസ്യാന. സ്വർഗത്തിലെ ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. വാസ്തവമായി നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കത്തില്ല. വാസ്തവമായി നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അവരുടെ കാര്യാദികളിൽ ഇടപെട്ടവരെ സഹായിക്കുന്ന ദൈവം, നിത്യതയോളം ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് സഹായിച്ചിരിക്കയാൽ സ്തോത്രം. കരം നീട്ടിയിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം.